ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 4, പേജ് നമ്പർ 578. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗീശ്വര തതോ മേ ത്വം ദർശയാത്മനമവ്യയം. പദാനുപദം. പ്രഭോ, ഹേ പ്രഭോ, തത് അത്, ആ രൂപം, മയ എന്നാൽ, ദ്രഷ്ടും ദർശിക്കുന്നതിന്, ശക്യം ഇതി കഴിയുമെന്ന്, യദി മന്യസേ അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ, യോഗേശ്വര ഹേ യോഗേശ്വര, തതഃ ഇനിയും, അവ്യയം ആത്മാനം അവ്യയമായ ആത്മാനം, ഭഗവത് രൂപത്തെ മേ എനിക്കായിട്ട്, ദർശയ കാണിച്ചു തന്നാലും. വിവർത്തനം. പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസ്സീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരേണമേ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനെ ഭൗതികേന്ദ്രിയങ്ങളാൽ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആർക്കും സാധിക്കുകയില്ലെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം മുതൽക്കേ പ്രേമപൂർണമായ അതീന്ദ്രിയ സേവനം നിർവഹിച്ചു പോരുന്ന ഭക്തനു മാത്രം ഭഗവത് ദർശനം സിദ്ധിക്കും. ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ. അതിനാൽ കൃഷ്ണനെ കാണാനോ അറിയാനോ അതിന് കഴിവില്ല. ഭക്തനായ അർജുനൻ തൻ്റെ ചിന്താശക്തിയെയല്ല ആശ്രയിക്കുന്നത്. തനിക്ക് ജീവാത്മാവെന്ന നിലയിലുള്ള പരിമിതികളെയും കൃഷ്ണന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും അദ്ദേഹം അറിയുന്നുണ്ട്. അതിരില്ലാത്ത അപ്രമേയനെ മനസ്സിലാക്കാൻ ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കുകയില്ലെന്നും അർജുനനറിയാം. അപ്രമേയൻ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്തുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഭാവം ഒരാൾക്ക് സ്പഷ്ടമാവുകയുള്ളൂ. ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലിയാണെന്നതിനെ യോഗേശ്വരൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. സ്വതേ അപ്രമേയനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്താനാവും. അതുകൊണ്ട്
അർജുനൻ കൃഷ്ണന്റെ അഹേതുകമായ കനിവിന് അപേക്ഷിക്കുകയാണ്, ആജ്ഞാപിക്കുകയല്ല. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ആത്മാർപ്പണം ചെയ്ത് ഭക്തിസാധനയിൽ ഏർപ്പെടുന്നവർക്കേ കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാകാറുള്ളൂ. ഊഹാപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. ഹരേ കൃഷ്ണ.